വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ എല്ലാവരും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെറിക്കൽ മിറേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടാവും, ഗോളീയ ദർപ്പണങ്ങൾ ഏതൊക്കെ രീതിയിലുണ്ട്, അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലുണ്ടാകുന്ന ഇമേജസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. നമ്മളിപ്പം ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ആണ്. കോൺവെക്സ് മിറർ. ഈ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള മിററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ? പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന മിറേഴ്സിനെയാണ് നമ്മൾ കോൺവെക്സ് മിറേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഉന്തി നിൽക്കുന്ന ഭാഗത്തേക്കായിരിക്കും എന്ത് വന്ന് പതിക്കുക? ലൈറ്റ് വന്ന് പതിക്കുക. അപ്പോൾ കോൺവെക്സ് ദർപ്പണങ്ങളുടെ മുന്നിലേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗത്തേക്കാണ് ലൈറ്റ് വന്ന് പതിക്കുക എന്ന് ഓർക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ കോൺവെക്സ് മിറേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ മുന്നിൽ വെക്കുന്ന ഇമേജസിന് നമുക്ക് ആകെ ഒരൊറ്റ സ്ഥലത്തേ ഇത് വെക്കാൻ പറ്റുള്ളൂ. ആ ഒറ്റ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നിലാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ കോൺവെക്സ് മിറർ പഠിച്ചപ്പോൾ നമ്മൾ ഇതിന്റെയൊക്കെ പാർട്സ് പഠിച്ചായിരുന്നു. ഇതാണ് പോള്, ഇതിന് നമ്മൾ സെന്റർ എന്ന് പറയുന്നു. ഇനി ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള ഈ പോർഷനെ നമ്മൾ എന്ത് പറയുന്നു? ഫോക്കസ് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ പോളിന്റെയും സെന്ററിന്റെയും നടുക്കുള്ള ഈ റീജിയനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഭാഗങ്ങളൊക്കെ എന്തിന്റെ? കോൺവെക്സ് മിറേഴ്സിന്റെ വലത്തേക്ക് ഭാഗത്തേക്കാണ് അല്ലെ? വലത്ത് സൈഡിലേക്കാണ്. അപ്പൊ പോളും ഫോക്കസും സെന്ററും ഒക്കെ ഇതിന്റെ വലത് ഭാഗത്തേക്കാണ് വരുന്നത്. അങ്ങനെ വലത് ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് ഈ വലത് ഭാഗം നോക്കിയാൽ കാണാം ഇതെല്ലാം എന്തിന്റെ ഉള്ളിലേക്കാണ്? കണ്ണാടിയുടെ ഉള്ളിലേക്കാണ്, അല്ലെങ്കിൽ ദർപ്പണത്തിന്റെ ഉള്ളിലേക്കാണ് ഫോക്കസും സെന്ററും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ കണ്ണാടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് പിന്നെ വേറൊരു ഇമേജ് കിട്ടാനുള്ള സ്ഥലമില്ല. അപ്പൊ ആകെ ഒരു സ്ഥലം എന്ന് പറയുന്നത് കണ്ണാടിയുടെ മുൻഭാഗമാണ് അല്ലെ? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. നമുക്ക് കോൺവെക്സ് മിററിന്റെ ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുന്ന ആകെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. മിററിന്റെ മുന്നിലാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ, ദർപ്പണത്തിന്റെ മുന്നിൽ. അങ്ങനെ ദർപ്പണത്തിന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദർപ്പണത്തിന്റെ മുന്നിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും, ദർപ്പണത്തിന് മുന്നിൽ നമ്മൾ എവിടെ വെച്ച് ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇമേജ് കിട്ടുന്ന ഒരു പോയിന്റ് എവിടെയാണെന്നാണ് നമ്മൾ ഈ ഫിഗർ കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെയാണ് നമ്മളെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അല്ലെ? ഇത് കണ്ണാടിയുടെ മുന്നിലാണ്. അവിടെ നിന്ന് നമ്മൾ രണ്ട് എന്ത് വരയ്ക്കുന്നുണ്ട്? പ്രകാശരശ്മികൾ വരയ്ക്കുന്നുണ്ട് ഇതിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കൂ, ആദ്യത്തെ രശ്മി എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, അതിന് പാരലലായി പോകുന്നതാണ്, സമാന്തരമായി പോകുന്ന ഒരു രശ്മി. അവിടെ പോയി പതിച്ചിട്ട് എന്ത് ചെയ്തു? തിരിച്ച് റിഫ്ലക്ട് ചെയ്തു, പ്രതിപതനം സംഭവിച്ചു. അപ്പൊ ആ റിഫ്ലക്ട് ചെയ്തത് ഏതോ ഒരു പോയിന്റിൽ നിന്നാണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ആ പോയിന്റിലേക്ക് നമ്മൾ ആ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ അതിനെ വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഫോക്കസിൽ നിന്നായിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് വരിക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായി പോകുന്ന എല്ലാ റേയും ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോകുക. അപ്പൊ ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ എന്ത് ചെയ്തു? നമ്മൾ അതിനെ വരച്ചു. ഇനി രണ്ടാമത്തെ ഒരു പ്രകാശരശ്മി നമുക്ക് എങ്ങോട്ട് വരയ്ക്കാം? സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരയ്ക്കാം. അതെങ്ങനെയായിരിക്കും? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന രശ്മി തിരിച്ച് അതേ പാതയിൽ തന്നെ തിരിച്ചു വരും അല്ലെ? സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് പോയി തിരിച്ച് അതേ പാതയിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും. അങ്ങനെ രണ്ട് ലൈൻ വരച്ചു. രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് നോക്കി കഴിഞ്ഞ് ഇവിടെ അത് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇമേജ് കിട്ടി. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് ഇമേജ് കിട്ടുക അല്ലെങ്കിൽ പ്രതിബിംബം കിട്ടുക. അത് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? സോ നമ്മൾ ഇമേജ് ഉണ്ടായിരിക്കുന്നത് പിന്റെയും എഫിന്റെയും പോളിന്റെയും ഫോക്കസിന്റെയും നടുക്കിലാണ് അല്ലെ? നമുക്ക് എന്ത് എഴുതാം? ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. ഓക്കെ, പോളിന്റെയും ഫോക്കസിന്റെയും നടുക്കിലാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഇമേജ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പോളിന്റെയും ഫോക്കസിന്റെയും നടുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. എങ്ങനത്തെ ഒരു ഇമേജ് ആണ്? വലുതാണോ? ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെക്കാട്ടി വലിയ ഇമേജ് ആണോ? അല്ല, ചെറിയ ഇമേജ് ആണ് അല്ലെ? പോളിന്റെയും ഫോക്കസിന്റെയും നടുക്ക് വന്നിരിക്കുന്ന ഈ കുഞ്ഞൊരു ഇമേജ് ആണ്. അപ്പൊ ഇമേജ് ചെറുതാണ്. അതിന് നമ്മൾ പറയുകയാണ് ഡിമിനിഷ്ഡ്. ചെറുതിന് പറയുന്നതാണിത് ഡിമിനിഷ്ഡ് ഇമേജ്. ഇനി നോക്കിയാൽ കാണാം നമുക്ക് ഈ ഇമേജ് ഇങ്ങനെ നേരെ നിൽക്കുന്നു. അതേപോലെ ഇവിടെയും ഇത് ആക്സിസിന്റെ മുകളിലേക്കാണ്, നേരെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നിവർന്ന് നിൽക്കുന്ന ഒരു ഇമേജ് ആണ് കിട്ടിയിട്ടുള്ളത്.
അപ്പൊ നിവർന്ന് നിൽക്കുന്ന ഇമേജസിന് നമ്മൾ എന്ത് പറയും? ഇറക്റ്റ് എന്ന് പറയും. തല കീഴായി വരുന്നതിനെ ഇൻവേർട്ടഡ് എന്ന് പറയും. ഇത് നേരെ, തല നേരെ എങ്ങനെ വെച്ചിട്ടുണ്ടോ, നമ്മൾ ഒബ്ജക്റ്റ് എങ്ങനെ വെച്ചിരിക്കുന്നോ അതേപോലെ തന്നെയാണ് ഇമേജ് വന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇറക്റ്റ് ഇമേജ് എന്ന് പറയും. ഇപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് എന്റെ ഇമേജ് വരുന്നെങ്കിൽ നേരെ എന്റെ തല എവിടെയാണോ അവിടെ തന്നെ വരും. ഇനി ചില മിറേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഇമേജ്, എന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് തിരിഞ്ഞു വരും. അതിന് നമ്മൾ ഇൻവേർട്ടഡ് എന്ന് പറയും. തിരിഞ്ഞു വരുന്നതിനാണ് ഇൻവേർട്ടഡ് എന്ന് പറയാ. നേരെ തന്നെ വരുന്നതിന് നമ്മൾ ഇറക്റ്റ് എന്ന് പറയും. ഇപ്പൊ ഇറക്റ്റ് ഇമേജ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് എവിടെയാ? കണ്ണാടിയുടെ പുറകിലാണ് അല്ലെ, ബിഹൈൻഡ് ദ മിറർ ആണ്. അപ്പൊ ഉള്ളിലാണ്, അല്ലെങ്കിൽ കണ്ണാടിയുടെ ഉള്ളിലാണ്. നിങ്ങൾ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നത് പോലെ അങ്ങനെ ഉള്ളിലേക്കായിട്ടാണ്, അല്ലെങ്കിൽ പുറകിലായിട്ടാണ്, കണ്ണാടിയുടെ പുറകിലായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഇമേജസിന് നമ്മൾ എന്ത് പറയും? വിർച്വൽ ഇമേജസ് എന്ന് പറയും. മിഥ്യാ പ്രതിബിംബങ്ങൾ എന്ന് പറയും. വിർച്വൽ ഇമേജസ്. അപ്പൊ നമ്മൾ ഇമേജസിന്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രതിബിംബത്തിന് 3 പ്രത്യേകതയാണുള്ളത്. ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്. പിന്നെ ഇറക്റ്റ് ആണ്, നിവർന്ന പ്രതിബിംബമാണ്. പിന്നെ വിർച്വൽ ആണ്, മിഥ്യാ പ്രതിബിംബമാണ്. അപ്പൊ ഈ 3 പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നതെന്ന് പഠിക്കുക. നമുക്ക് ഒബ്ജക്റ്റ് കണ്ണാടിയുടെ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിന്റെ മുന്നിൽ എവിടെയും വെക്കാം. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടുക പോളിന്റെയും ഫോക്കസിന്റെയും നടുക്കായിരിക്കും. ചെറിയ ഇമേജ് ആയിരിക്കും, നിവർന്ന് നിൽക്കുന്ന ഇമേജ് ആയിരിക്കും, മിഥ്യാ ഇമേജ് ആയിരിക്കും. അപ്പൊ ഡിമിനിഷ്ഡ്, ഇറക്റ്റ്, വിർച്വൽ, ഈ 3 പ്രത്യേകതയാണ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. പോളിന്റെയും ഫോക്കസിന്റെയും നടുക്കായിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. കോൺവെക്സ് മിററിന്റെ കേസിൽ ആകെ ഒരു പൊസിഷനെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അത് പഠിക്കുക. പോളിന്റെയും ഫോക്കസിന്റെയും നടുക്ക് തന്നെയായിരിക്കും എപ്പോഴും ഇമേജ് വരിക. ഇനി അടുത്തത് ഈ കോൺവെക്സ് മിററിന്റെ യൂസും കൂടെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺവെക്സ് മിറർ ഉപയോഗിക്കുക? ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതിന്റെ ഉപയോഗം കാണാൻ പറ്റുക നിങ്ങൾ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളായാലും, ഉപയോഗിക്കുകയല്ല, വണ്ടിയിൽ പോകുന്ന ആരാണെങ്കിലും കണ്ടിട്ടുണ്ടാവും. വെഹിക്കിളിന്റെ സൈഡിൽ ഒരു മിറർ കാണാം അല്ലെ, പുറകിലുള്ള വണ്ടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിന് പറയുന്നതാണ് റിയർ വ്യൂ മിറേഴ്സ്. അപ്പോൾ റിയർ വ്യൂ മിററുകളായിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കും? കോൺവെക്സ് മിറേഴ്സിനെ ഉപയോഗിക്കും. എന്തിനുപയോഗിക്കും? റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കും എന്നാലോചിക്കാം. വണ്ടിയുടെ സൈഡിലുള്ള മിറേഴ്സിനെയാണ് റിയർ വ്യൂ മിറർ എന്ന് പറയുക. അപ്പൊ റിയർ വ്യൂ ദർപ്പണങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണത്തെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോൺവെക്സിൽ ആകെ പഠിക്കാനുള്ളത്. മുന്നിൽ ഏറ്റവും ഫ്രണ്ടിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നു. നമുക്ക് ഇമേജ് കിട്ടുക പോളിന്റെയും ഫോക്കസിന്റെയും നടുക്കിലാണ്. അത് വളരെ ചെറിയൊരു ഇമേജ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇറക്റ്റ്, നിവർന്ന് നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. പിന്നെ വിർച്വൽ ആയിരിക്കും, മിഥ്യാ പ്രതിബിംബമായിരിക്കും. പിന്നെ എന്തിനു വേണ്ടി നമ്മൾ കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു? വെഹിക്കിളിന്റെ സൈഡിലുള്ള സൈഡ് മിറേഴ്സ്, റിയർ വ്യൂ മിററുകളായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കോൺവെക്സ് മിറേഴ്സ് ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോൺവെക്സിന്റെ കാര്യത്തിൽ നന്നായിട്ട് പഠിക്കും. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ കോൺകേവ് മിറേഴ്സിലേക്ക് വന്നാൽ, കോൺകേവ് ദർപ്പണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ പൊസിഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം കോൺകേവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈറ്റ് വന്ന് പതിക്കുന്നത് ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കാണ് അല്ലെ. ലൈറ്റ് ഇങ്ങനെ വരും, ഇവിടെ തട്ടും, തിരിച്ചു പോകും. ലൈറ്റ് ഇങ്ങനെ വരും, ഇവിടെ തട്ടും, തിരിച്ചു പോകും. ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണോ? അല്ല, ലൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാ? നമ്മളെ ഫോക്കസിലൂടെ കടന്നു പോകും. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാം. ഇത് പോളാണ്, ഇവിടെ നടുക്ക് സെന്റർ ഉണ്ടാവും. പോളിന്റെയും സെന്ററിന്റെയും നടുക്ക് നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും അല്ലെ. ഇനി ലൈനുകൾ ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിവിടെ തട്ടി ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈന് പോയി തട്ടുന്നത് കുഴിഞ്ഞ ഭാഗത്തേക്കായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ഭാഗത്തേക്കാണ്. സെന്റർ ഉണ്ട്, ഫോക്കസ് ഉണ്ട്, പോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഇമേജ് വെക്കാം. ഇപ്പൊ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് പറയാം സെന്ററിന്റെ പുറകിലായിട്ടാണ്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സെന്റർ, ബിയോണ്ട് ദ സെന്റർ എന്ന് പറയാം. ഇനി ഞാൻ ഇവിടെയാണ് വെക്കുന്നതെങ്കിലോ സെന്ററിന്റെയും ഫോക്കസിന്റെയും നടുക്കിലാണെന്ന് പറയാം. ഇനി ഫോക്കസിലും എനിക്ക് വെക്കാം, അപ്പൊ അറ്റ് ദ ഫോക്കസ് എന്ന് പറയാം. ഫോക്കസിന്റെയും പോളിന്റെയും നടുക്കും എനിക്ക് വെക്കാം, ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. അപ്പൊ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ കോൺവെക്സ് പഠിക്കുമ്പോൾ അത്ര സിമ്പിൾ അല്ല. ഇവിടെ നമുക്ക് കുറച്ച് തോനെ പൊസിഷൻസ് ഉണ്ട്. അപ്പൊ ആ പൊസിഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം.
നോക്കൂ, ഞാനിവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പഠിക്കണം. ആദ്യം അറ്റ് ഇൻഫിനിറ്റി, നമ്മൾ ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, വളരെ അകലെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. അറ്റ് ഫോക്കസ് ചെറുതായിരിക്കും, സ്മോൾ. റിയൽ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. പിന്നെന്താണ്? ഇൻവേർട്ടഡും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ആണ് മെയിൻലി നോക്കേണ്ടത്. ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് നമ്മളെ മിററിൽ നിന്ന് വളരെ ദൂരെയാണ് വെക്കുന്നതെങ്കിൽ കിട്ടുന്ന ഇമേജ്, പ്രതിബിംബം എന്ന് പറയുന്നത് ഫോക്കസിലായിരിക്കും കിട്ടുക. ഫോക്കസിൽ എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ചെറുതായിരിക്കും. പിന്നെ റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. പിന്നെ ഇൻവേർട്ടഡ് തല കീഴായിട്ടുള്ളതായിരിക്കും. ഈ 3 പോയിന്റ്സ് നിങ്ങൾ അതിൽ പഠിക്കാം. ഇനി രണ്ടാമത്തെ പൊസിഷൻ നോക്കുക, ബിയോണ്ട് സി. ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വരച്ചതുപോലെ സിയുടെ പുറകിൽ, അതായത് ഇവിടെയാണ് നമ്മൾ സി, ഇതാണ് എഫ്, ഇതാണ് പി എന്ന് വിചാരിക്കാം. സിയുടെ ഇവിടെ, സിയുടെ തൊട്ട് പുറകിലായിട്ട് ഞാൻ ഒബ്ജക്റ്റ് വെക്കുകയാണെന്ന് വിചാരിക്കാം. വസ്തുവിനെ ഞാൻ സിയുടെ പുറകിലായിട്ടാണ് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇമേജ് കിട്ടുക ഇവിടെയാണ്. സിൻ്റെയും എഫിൻ്റെയും നടുക്കായിട്ട് എനിക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ഇതിങ്ങനെ താഴത്തേക്കായിരിക്കും ഇമേജ് കിട്ടുക. അപ്പോൾ അതെവിടെ കിട്ടുക? സിൻ്റെയും എഫിൻ്റെയും നടുക്ക്. എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ചെറുത് തന്നെ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും, അതൊക്കെ അതേപോലെ തന്നെ. പിന്നെയോ തലകീഴായിട്ടും ആയിരിക്കും. ഇത് മൂന്നും അതേപോലെ തന്നെ ആയിരിക്കും. ഈ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് മാറ്റി നമ്മൾ എങ്ങോട്ട് വെക്കുന്നു? കുറച്ചും കൂടി ഇതിൻ്റെ അടുത്തേക്ക് വെക്കുന്നു. സിൻ്റെ പുറകിൽ നിന്ന് മാറ്റി സിയിലേക്കാണ് ഞാൻ ഒബ്ജക്റ്റ് വെക്കുന്നതെന്ന് വിചാരിക്കുക. സിയിൽ ഒബ്ജക്റ്റ് വെക്കുന്നു. അപ്പം സിയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് 2 ലൈൻ വരും. ഇതിൽ കൂടെ പോകും, അത് ഫോക്കസിലൂടെ കടന്നു പോകും. പിന്നെ എനിക്ക് ഇതിൽ കൂടെ വരയ്ക്കാം. ഫോക്കസിലൂടെയാണ് പോകുന്നതെങ്കിലോ അവിടെ പോയി തട്ടി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകും. അങ്ങനെ പോയി നമുക്ക് ഇവിടെ സിയുടെ അതേ പൊസിഷനിൽ തന്നെ എന്ത് കിട്ടും? രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പൊസിഷൻ നോക്കി നിങ്ങൾക്ക് കാണാം. സിൻ്റെ അതേ പൊസിഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. അപ്പോൾ നമ്മൾ സിയിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇമേജും സിയിൽ തന്നെയായിരിക്കും. സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പം തന്നെയായിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ സിയിലാണെങ്കിൽ സിയിൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. ഒരേ വലുപ്പമായിരിക്കും. പിന്നെ യഥാർത്ഥമായിരിക്കും, തലകീഴായിട്ടായിരിക്കും. തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അപ്പം ഞാൻ ഈ പൊസിഷന് മാറ്റി. ഇനി ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നു? കുറച്ചും കൂടെ നമ്മുടെ കണ്ണാടിയുടെ അടുത്തേക്ക് നമ്മൾ ഇമേജ് വരയ്ക്കാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മളെ കോൺകേവ് മിറർ, ഇതാണ് നമ്മുടെ പോള്, ഇവിടെ നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെ ഫോക്കസ്. അപ്പം നമ്മൾ സിയിലായിരുന്നു വെച്ചത്, ഇനി സിൻ്റെ എഫിൻ്റെയും നടുക്ക് വെക്കാൻ പോവാണ്. ഇവിടെ വെക്കുമ്പോൾ എനിക്ക് 2 ലൈൻ ഉണ്ടാവും, പാരലലായിട്ട് പോകുന്നത്. ഫോക്കസിലൂടെ കടന്നു പോകും. പിന്നെ ഒന്ന് എനിക്ക് വേണമെങ്കിൽ ഫോക്കസിൽ കൂടെ വരയ്ക്കാം അല്ലേ? ഫോക്കസിലൂടെ വന്നിട്ട് എന്ത് പോവും? ഇതിന് പാരലലായിട്ട് സമാന്തരമായിട്ട് ഇങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജ് എവിടെയാ? സിയുടെ കുറച്ചും കൂടെ പുറകിലായിട്ടാണ്. അപ്പോൾ സിയുടെ പുറകിലാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബിയോണ്ട് സി. സിയുടെ പുറകിൽ അല്ലെങ്കിൽ അപ്പുറത്ത് എന്ന് പറയും. സിയുടെ അപ്പുറം. എങ്ങനത്തെ ഇമേജ് ആയിരിക്കും നോക്കൂ? ഇത് കുറച്ചും കൂടെ വലുപ്പം കൂടുതലല്ലേ? അതെ, വലിയ ഇമേജ് ആയിരിക്കും, ബിഗ് ആയിരിക്കും, റിയൽ ആയിരിക്കും, യഥാർത്ഥ ഇമേജ് തന്നെയായിരിക്കും. പിന്നെ തലകീഴായിട്ട് തന്നെ ആയിരിക്കും. ഇനി അടുത്ത പൊസിഷൻ. അങ്ങനെ അടുത്ത പൊസിഷൻ ഏതായിരിക്കും? ഇപ്പം നമ്മൾ സിൻ്റെ എഫിൻ്റെ നടുക്ക് വെച്ചു. ഇനി അടുത്തത് ഏതായിരിക്കും? എഫിലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എഫിൽ വെച്ച് നോക്കാം. എഫിൽ ഞാൻ വരച്ചു. അവിടുന്ന് എനിക്ക് 2 ലൈൻ വരയ്ക്കാം, പാരലലായിട്ടുള്ള ലൈൻ. അത് ഓൾറെഡി ഫോക്കസിലായത് കൊണ്ട് നമുക്ക് ഫോക്കസിൽ വരയ്ക്കുന്നതിനെക്കാട്ടി ഫോക്കസിൽ വരയ്ക്കാം നിങ്ങൾക്ക്. ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്തത് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കാണ് ലൈൻ വരയ്ക്കുന്നതെങ്കിലോ എവിടെയാണോ പോകുന്നത് ആ ലൈൻ തന്നെ തിരിച്ചു വരും അല്ലേ? തിരിച്ചു വന്നിട്ട് അതും ഇങ്ങനെ പോകും. ഇപ്പോൾ രണ്ടും പാരലലായിട്ട് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫോക്കസിലാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ, വസ്തു ഫോക്കസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുക എവിടെയാണ്? ഇൻഫിനിറ്റിയിലായിരിക്കും, വളരെ അകലത്തേക്ക്. ഇതിങ്ങനെ പാരലലായി പോകും, കൂട്ടിമുട്ടൂല. അപ്പോൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്തല്ലേ നമുക്ക് ഇമേജ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ കൂട്ടിമുട്ടാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ പോയി അറ്റ് ഇൻഫിനിറ്റി, ഏതോ ഒരു അകലെയുള്ള സ്ഥലത്ത് നമുക്കൊരു ഇമേജ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവും എന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഇല്ല, ഒരു ഇമേജ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അറ്റ് ഇൻഫിനിറ്റി, അങ്ങ് ദൂരത്തെ ഒരു ഇമേജ് ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നു.
ഇനി ലാസ്റ്റ് പൊസിഷൻ, ഈ ഫോക്കസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോക്കസിന്റെയും പോളിന്റെയും നടുക്കും കൂടെ അല്ലേ വെക്കാനുള്ളൂ. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഫോക്കസിന്റെയും പോളിന്റെയും നടുക്ക് വെച്ചാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഫോക്കസിന്റെയും പോളിന്റെയും നടുക്ക്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളെ ഫോക്കസ്, ഇത് നമ്മളെ സെന്റർ ഓഫ് കർവേച്ചർ, ഇതിന്റെ നടുക്കാണ് ഞാൻ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫോക്കസ് കഴിഞ്ഞു പോയില്ല. അപ്പൊ എനിക്ക് രണ്ട് ഇത് വരയ്ക്കണം. ഒന്ന് ഞാൻ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരയ്ക്കുവാണ്. അപ്പൊ അങ്ങോട്ട് പോയി തിരിച്ചതാ, ഇങ്ങോട്ട് വന്നു. ഈ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിൽ വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ നിന്നാണ് പോകുന്നതെങ്കിൽ ഇവിടെ പോയി തട്ടി ഇതാ ഇങ്ങോട്ട് തിരിച്ചു വരും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഒരേപോലെയുള്ള നമ്മുടെ റിഫ്ലക്ഷന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടൊരു ലൈൻ റിഫ്ലക്ട് ചെയ്ത് വരും. ഈ ലൈനും കൂടെ ഞാനൊന്ന് കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാം ഈ കണ്ണാടിയുടെ പിറകിലായിട്ട് ഒരു ഇമേജ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കണ്ണാടിയുടെ പിറകിലായിട്ടാണ് ഇമേജ് വരുന്നതെങ്കിൽ അതെങ്ങനെയാ നമ്മൾ പറയാ, ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് നമ്മൾ എഫിന്റെയും പിന്റെയും നടുക്ക് വെക്കുകയാണെങ്കിൽ കണ്ണാടിയുടെ പിറകിലായിട്ടായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. അതിന് നമ്മൾ പറയാ ബിഹൈൻഡ് ദ മിറർ എന്നാണ്. കണ്ണാടിയുടെ പുറകിലായിരിക്കും. ദർപ്പണത്തിന് പിന്നിലാണ്, ദർപ്പണത്തിന് പിന്നിൽ. പിന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്? കുറച്ചും കൂടെ വലിയ ഇമേജ് ആണ് അല്ലെ, അപ്പൊ വലുതായിരിക്കും. പിന്നെ വിർച്വൽ ആണ്, കാരണം അത് എവിടെയാണ്, കണ്ണാടിയുടെ പുറകിലാണ്, അതുകൊണ്ട് മിഥ്യാപ്രതിബിംബമാണ്. പിന്നെ ഇറക്റ്റ് ആണ്, നേരെ തന്നെ നിവർന്ന് നിൽക്കുന്നതാണ്, തല ഇൻവേർട്ടഡ് അല്ല, തല തിരിഞ്ഞല്ല. എങ്ങനെയാണോ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഇമേജും കിട്ടുന്നത്. വലിപ്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. സോ അതെന്താണ്, നിവർന്ന പ്രതിബിംബമായിരിക്കും. ഇങ്ങനെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളും പൊസിഷനും നിങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കണം. മെയിൻലി കോൺകേവ് മിറേഴ്സിന്റെ ആകുമ്പോൾ കുറച്ച് തവണ പൊസിഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഈ വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താകും, എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് അത് വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നുകൂടെ നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുക. അപ്പം ഇത്രയും പൊസിഷൻസ് ആണ് നിങ്ങൾക്ക് കോൺകേവ് മിറേഴ്സിൽ പഠിക്കാനുള്ളത്. അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോൺകേവ് മിറേഴ്സിന്റെ ബാക്കി പാർട്ട് നോക്കാം.